ഇന്നത്തെ എൻ്റെ യാത്ര നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതിക്കാണ്. മലനിരകളൊക്കെ കണ്ടോ, ദേ കോടമഞ്ഞോണ്ടൊക്കെ മൂടിപ്പൊതിച്ച് കിടക്കുന്ന നേരാണ്. നല്ല മഴയ്ക്കുള്ള കോളുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നല്ല വ്യൂവും നല്ല ചെറുതായിട്ടൊരു കാറ്റും നല്ലൊരു നല്ല ക്ലൈമറ്റ് കിട്ടുമെന്ന് എന്തായാലും ഉറപ്പായി. നേരെ നമുക്ക് ചെക്ക് പോസ്റ്റിലേക്ക് പോവാം. അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ എത്തി. ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടി നമ്പറും എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് മുന്നോട്ട് പോവാം. വിഷുവിനെ കിട്ടാത്ത കണിക്കൊന്നൊക്കെ ദേ നെല്ലിയാമ്പതിൽ ഇപ്പോഴാണ് പൂത്ത് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദേ ക്ലൈമറ്റൊക്കെ മാറി മൊത്തം ഇരുണ്ട് തുടങ്ങിയിട്ടോ. അവിടുത്തെ വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ ദേ കോടമഞ്ഞും അതുപോലെ തന്നെ മഴക്കാരും വന്ന് നിൽക്കുന്നു. ചെറുതായിട്ടൊക്കെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തിയ ടൈം ഒരു 2:30 ആയിട്ടുണ്ടാവും മുകളിലെത്തുമ്പോൾ. ഇങ്ങനെയൊക്കെ ഇരുന്ന് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ചെറിയൊരു മഴയും അതുപോലെ തന്നെ നല്ലൊരു തണവും. പെട്ടെന്നാണ് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയത്. നിമിഷം നേരം കൊണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്ന ഭാഗമൊക്കെ കോടമഞ്ഞുകൊണ്ട് പൊതിഞ്ഞത്. നല്ല രീതിയിൽ തന്നെ കോടമഞ്ഞും മഴയും ഒക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലായി. കോടമഞ്ഞും മഴയൊക്കെ കണ്ട് ദേ നെല്ലിയാമ്പതി ടൗണിലെത്തി. അപ്പം പിന്നെ ഒന്നും നോക്കാനില്ല. ഈ മഴ പെയ്യുന്ന ടൈമിൽ ഒരു ചായ അതെന്തായാലും നിർബന്ധമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ചൂട് മാറി ഒരു തണുവ് പ്രതീക്ഷിച്ച് വന്നതാണ് നെല്ലിയാമ്പതി. പക്ഷേ ഇതുപോലത്തെ ഒരു ക്ലൈമറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാം. ചായയൊക്കെ കുടിച്ചിരുന്നാൽ മാത്രം പോരാട്ടോ. നമ്മുടെ റൂമിൻ്റെ അവിടുത്തെ ക്ലൈമറ്റാണ് ഇത്. നോക്കിയേ, ചുറ്റും കോടമഞ്ഞ്, ഫുൾ തേയിലത്തോട്ടം, ഒരു രക്ഷയുമില്ല. ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നത് പോലും കാണാൻ പറ്റില്ല. ദേ ഈ ജീപ്പൊക്കെ വരണ കണ്ടോ, എന്താ ഭംഗി അല്ലേ. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ദേ ഇത് തന്നെയാട്ട അവസ്ഥ. അപ്പോൾ നമ്മുടെ റൂം വരുന്നത് ഒരു സിംഗിൾ ബെഡ്റൂമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബാത്റൂം സൗകര്യങ്ങളൊക്കെ പക്ക, ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ദേ മൊത്തം കോടമഞ്ഞുകൊണ്ട് മൂടിപ്പോച്ച നെല്ലിയാമ്പതി കാണാം. പിന്നെ ഈ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. മഴയൊക്കെ മാറി കോടമഞ്ഞൊക്കെ പോയപ്പോൾ നെല്ലിയാമ്പതിയുടെ ഭംഗി കണ്ടു. എൻ്റെ അമ്മോ, ഒരു രക്ഷയും ഇല്ല കേട്ടോ. ദേ നമ്മുടെ ജീപ്പ് സഫാരി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈവനിങ് നേരമായ കഴിഞ്ഞാൽ ഒരു 5 മണി കഴിഞ്ഞാൽ ജീപ്പ് സഫാരി ഒന്നും പറ്റില്ല. പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുപോലെ കാട്ടുപന്നിയൊക്കെ നമ്മുടെ റൂമിൻ്റെ അടുത്തും പുറത്തൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ച് നടക്കണമെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഇതുപോലത്തെ ക്ലൈമറ്റൊക്കെ കണ്ട് സമാധാനമായിട്ട് റൂമിൻ്റെ അവിടേക്ക് പോയപ്പോഴാണ് ദേ ഇതൊക്കെ കണ്ടത്. ദേ ഒരു അമ്മയും കുഞ്ഞും നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. എന്തായാലും നാളത്തെ വീഡിയോ ഇതിനും നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു.